നമുക്ക് ഈ ക്ലച്ചിനൊന്നും വാറണ്ടി ഇട്ടില്ല കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിങ്ങിന്റെ രീതിക്ക് അനുസരിച്ച് ക്ലച്ചിന്റെ തേയ്മാനം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർ 5000 കിലോമീറ്ററിലെ ക്ലച്ച് കത്തിച്ചുകൊണ്ട് വരും. ചില ആൾക്കാർ നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ 2 ലക്ഷം കിലോമീറ്ററൊക്കെ വണ്ടി ക്ലച്ച് മാറാതെ ഓടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തീർന്നൊരു ക്ലച്ചാണ് കണ്ടോ. അത്യാവശ്യം പ്ലസ് ഈ പ്ലേറ്റിന്റെ മേളിലൊക്കെ ഗ്രൂ വന്നേക്കുന്നതും അതുപോലെ തന്നെ കണ്ടോ റിവറ്റ് മൊത്തം ക്ലച്ച് കത്തി പോയിട്ട് റിവറ്റ് മൊത്തം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ക്ലച്ച് ഉടലിന്റെ മേളിൽ കാല് വെച്ച് ഓടിക്കുമ്പോൾ കിട്ടുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ സഡനായിട്ടൊക്കെ കാല് കൊടുത്തെടുത്ത് ഓടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ RPM കയറ്റിയൊക്കെ എടുത്തുകൊണ്ടില്ലേ, അങ്ങനെയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ക്ലച്ച് കത്തി തീർന്നു കൂട്ടാം. അപ്പോൾ നമുക്ക് നിസ്സാര സമയം കൊണ്ട് ക്ലച്ച് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ക്ലച്ചിന് വാറണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ ക്ലച്ചിന്റെ ലൈഫ്. ക്ലച്ചിന്റെ മാത്രമല്ല ബ്രേക്ക് പാഡ് അങ്ങനെ സാധനങ്ങളൊക്കെ ലൈഫ്, എല്ലാ സാധനങ്ങളുടെയും പൊതുവെയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിക്ക് ഓടിക്കുന്ന രീതിക്ക് അനുസരിക്കും. നല്ല പക്കയുടെ വണ്ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടികളിലെ ക്ലച്ച് എത്ര കിലോമീറ്ററെ മാറ്റുന്നുള്ളതായിരുന്നു കമന്റ് ഇട്ടേക്ക് കേട്ടോ.